അപ്പത്തേ നമുക്കിന്ന് കറിക്ക് കിട്ടിയേക്കണത് പൊടിമീനാണ്. അപ്പൊ അതിനകത്ത് നന്ദനും കുട്ടനും പിന്നെ കുഞ്ഞു വറ്റക്കുഞ്ഞൊക്കെ ഉണ്ട്. നമുക്കത് വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം കേട്ടാ. വന്നല്ലോ ആൾക്കാര്. ബാബാ മീനും കൊണ്ട് അടുക്കളയിലോട്ട് വരണ്ട താമസമുള്ളൂ കേട്ടോ. എവിടെ ഉണ്ടെങ്കിലും ഓടി പഞ്ഞെത്തിക്കോളുവേ. അത്ര നേരം ആ പരിസരത്തെങ്ങും ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടാ. അപ്പോൾ അതേ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വറുക്കാനുള്ളത് ഞാൻ കുട്ടനാണ് എടുത്തേക്കണത് വറുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ടേ. എന്നിട്ട് ഇത് അപ്പം തന്നെ കറി വെച്ചൊന്നും ഇല്ല കേട്ടോ. വറുക്കാനുള്ളതിലോട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പിന്നെ കറി വെക്കാനുള്ളതും മാറ്റി വേറെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേ. കാരണം ഈ മീൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. പിന്നെ ഇത് കറി വെച്ച് വീഡിയോ എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും വൈകുന്നേരവും. അപ്പം ഞാൻ ഉപ്പുമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വറുത്ത് പച്ചക്കയും താളിച്ചാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. പിന്നെ രാത്രത്തേക്ക് സാവകാശം വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി. കാരണം വെട്ടി വെച്ചേക്കനെയാണല്ലോ. എനിക്ക് ഈ പൊടിമീനെ തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കണതാണ് ഇഷ്ടം. പക്ഷെ ഞാനൊരു ഇച്ചിരി അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിയലിനും തേങ്ങ വേണം, മീൻകറിക്കും തേങ്ങ വേണം. അപ്പം ഞാൻ കരുതി വേണ്ട, ഏതെങ്കിലും ഒന്നിന് മതിയെന്ന് കരുതിയിട്ട് ഇപ്പോൾ തൽക്കാലം പൊടിമീൻ തിളപ്പിച്ചാണ് എടുക്കണത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ദേ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ച് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പും വിനാഗിരിയിട്ട് തിള വന്നപ്പോഴത്തേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തടുപ്പിലോട്ട് വറക്കാനുള്ള മീൻ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് മീൻ വറക്കാനിട്ടത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണ ആ ഒരു മണവും ടേസ്റ്റ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വറക്കാൻ ഇട്ടപ്പോൾ തന്നെ ഒരു ദാതി മണം. കാരണം ഞാൻ അങ്ങനെ ഓയിലിൽ മീൻ വറക്കാറില്ല കേട്ടോ. എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പത്തേ നമുക്കിനി ഇത്തിരി അവിയൽ വെക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അത് വേഗം തന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടാ. കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് അപ്പത്തേക്കും തേങ്ങ ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പൊ മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും തൈരും കൂടി ഇട്ടിട്ട് ഒറ്റ കറക്കിന് റെഡിയാക്കി എടുക്കാട്ടാ. വറുക്കാനിട്ട മീൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മൊരിഞ്ഞു പോയി കേട്ടോ. സാരില്ല, കടിച്ചു പറിച്ച് തിന്നാം. അങ്ങനെ അത് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ടേ. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് മൂടി വെച്ചേക്കാം. ഞാനിനി കഴിക്കാൻ നേരത്തെ അതൊന്ന് ഇളക്കി കൂട്ടി എടുക്കുള്ളൂ കേട്ടാ. അപ്പത്തേ നമ്മുടെ പൊടിമീൻ തിളപ്പിച്ചതും മീൻ വറുത്തതും അവിയലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിനി ജനലും വാതിലും ഒക്കെ പൂട്ടിയിട്ട് നേരെ ഇറയത്തോട്ട് പോകും. കുരിശ് വരയ്ക്കും, ചോറ് ഇന്നും.